ഹായ് ഓൾ, വെൽക്കം ടു ബിടെക് മെഡിസി. നമ്മൾ ഡിജിറ്റൽ സിഗ്നൽ പ്രോസസ്സിങ്ങിൽ IIR ഫിൽട്ടർ ഡിസൈനിൽ പാർട്ട് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഓൾറെഡി ഒരു പാർട്ട് 1 ചെയ്തിട്ടുണ്ട്. അതിൽ ഫിൽട്ടർ ഡിസൈൻ, IIR ഫിൽട്ടർ ഡിസൈൻ എങ്ങനെയാണെന്നുള്ളതും അതുപോലെ ഫിൽട്ടർ അപ്രോക്സിമേഷൻസ്, ബട്ടർവർത്ത് ഫിൽട്ടർ, ചെബിഷേവ് ഫിൽട്ടർ, അതിൻ്റെ കമ്പാരിസൺ എല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്യുക. ഇന്നത്തെ സെഷനിൽ പാർട്ട് 2 ആണ് IIR ഫിൽട്ടർ ഡിസൈനിൽ. അതിൽ നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നത് ഡിസൈൻ സ്റ്റെപ്സ് ഓഫ് അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ആണ്. അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ഡിസൈൻ ആണ് ഇന്നത്തെ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യുന്നത്. അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ഡിസൈൻ ആണ്. ഓൾറെഡി അറിയാം, നമ്മളുടെ എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ IIR ഫിൽട്ടർ ഡിസൈൻ ആണ്. IIR ഫിൽട്ടർ മീൻസ് ഡിജിറ്റൽ ഫിൽട്ടർ ആണ്. അതിന്റെ സിസ്റ്റം ഫംഗ്ഷൻ HSL ഫൈൻഡ് ഔട്ട് ചെയ്യാണ് നമ്മൾ ഡിസൈൻ കൊണ്ട് മീൻ ചെയ്യുന്നത്. ഇപ്പൊ IIR ഫിൽറ്ററിന്റെ കേസിൽ നമ്മൾ ഡയറക്റ്റ് HSL ഫൈൻഡ് ഔട്ട് ചെയ്യല്ല ചെയ്യുന്നത്. പകരം അതിന്റെ അനലോഗ് പ്രോട്ടോടൈപ്പ് HOFS ഡിസൈൻ ചെയ്തിട്ട് അതിന് ബൈ യൂസിങ് ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ് വെച്ചിട്ട് HSL കൺവേർട്ട് ചെയ്യാണ് ചെയ്യുന്നത്. അതിൽ രണ്ട് രീതിയിൽ രണ്ട് അപ്രോക്സിമേഷൻസ് ഉണ്ട്. അതിൽ ഫസ്റ്റ് വൺ ആണ് ഈ ബട്ടർവർത്ത് അപ്രോക്സിമേഷൻ, അതുപോലെ ചെബിഷേവ് അപ്രോക്സിമേഷൻ ഉണ്ട്. അപ്പൊ ഇന്നത്തെ ഈ സെഷനിൽ നമ്മൾ ഹൗ ടു ഡിസൈൻ ആൻഡ് അനലോഗ് ബട്ടർവർത്ത് ഫിൽട്ടർ ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ അനലോഗ് ഫിൽട്ടർ ഡിസൈൻ ചെയ്തെങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ഈ ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഡയറക്റ്റ് നമുക്ക് ഡിജിറ്റൽ ഫിൽട്ടർ ഡിസൈൻ ചെയ്യാൻ പറ്റത്തില്ല. അതിന്റെ അനലോഗ് പ്രോട്ടോടൈപ്പ് ഡിസൈൻ ചെയ്തെങ്കിൽ മാത്രമേ വി ക്യാൻ ഡിസൈൻ ദ ഇക്വലന്റ് IIR ഫിൽട്ടർ, ഡിജിറ്റൽ ഫിൽട്ടർ. ഓക്കെ, അതിന്റെ ഡിസൈൻ സ്റ്റെപ്സ് ആണ്. അതിന്റെ ഡെറിവേഷനും കാര്യങ്ങളൊന്നും വേണ്ട, ഡിസൈൻ സ്റ്റെപ്സ് മാത്രം അറിഞ്ഞിരിക്കുക. അതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ചെയ്യാവുന്ന ഇതേ ഉള്ളൂ. ടഫ് ഒന്നുമല്ല, വളരെ ഈസിയാണ്. ഡിസൈൻ സ്റ്റെപ്സ് ഒന്ന് പഠിച്ചു വെക്കുക. അതിന്റെ ഡെറിവേഷൻസ് ഒന്നും വേണ്ട. എക്സാം പോയിന്റ് ഓഫ് വ്യൂ നമുക്ക് ആ സ്റ്റെപ്സ് മാത്രം മതി. പാരാമീറ്റർ സ്പെസിഫിക്കേഷൻസ് തരും, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് HOFS ഫൈൻഡ് ഔട്ട് ചെയ്യാം. ഇതിന്റെ ഇന്നത്തെ കേസിൽ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ HS ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതാണ് നമ്മളുടെ എയിം എന്ന് പറയുന്നത്. ഓക്കെ, അതിന് ഡിസൈൻ സ്റ്റെപ്സ് ഉണ്ട്. ഇതിലെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ചെയ്യാൻ ചോദിക്കുമ്പം ഇത് 10 മാർക്സിനൊക്കെ ചോദിക്കുന്നതാണ്. ഓക്കെ, കുറച്ച് ഫിൽറ്ററിന്റെ സ്പെസിഫിക്കേഷൻ തരും, പാസ് ബാൻഡ്, സ്റ്റോപ്പ് ബാൻഡ്, അങ്ങനത്തെ സ്പെസിഫിക്കേഷൻസ് തരും. എന്നിട്ട് അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ ചോദിക്കും. ഓക്കെ, essay ആയിട്ട് ചോദിക്കുന്നതാണ്. അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, വി നീഡ് ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് ഫിൽറ്റർ. ഓക്കെ, ഫസ്റ്റ് ഫൈൻഡ് ഓർഡർ ഓഫ് ഫിൽറ്റർ. നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തായിരുന്നു. ഓർഡർ മീൻസ് ക്യാപിറ്റൽ N ആണ്. അതിനകത്ത് രണ്ട് ഡിസൈഡിങ് ഫാക്ടേഴ്സ് വരുന്നത്, ഒന്ന് N-ഉം സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി ആയിരുന്നു. നമ്മൾ പാർട്ട് 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഡിസൈൻ ചോദിക്കുമ്പോൾ വി നീഡ് ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് ഫിൽറ്റർ ആണ് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതിന്റെ ഇക്വേഷൻസ് പിന്നെ പറയാം. അപ്പോൾ സ്റ്റെപ്സ് ആദ്യം നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതിൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ N ഫൈൻഡ് ഔട്ട് ചെയ്യും. N ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് അതിന്റെ നെക്സ്റ്റ് ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാം. ഓക്കെ, N ഇപ്പം സപ്പോസ് N നമ്മൾ ഇക്വേഷൻ വെച്ച് ഫൈൻഡ് ഔട്ട് ചെയ്തപ്പോഴത്തേക്ക് 1.12 എന്ന് കിട്ടിയത് വെച്ചു. അപ്പൊ അങ്ങനെ 1 സംതിങ് വന്നാലും അതിന്റെ നെക്സ്റ്റ് ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അതാണ് നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓർത്ത് വെച്ചിരിക്കണം. ഇപ്പൊ 1.1 അല്ലെങ്കിൽ 1.12 അങ്ങനെ വന്നാലും സംതിങ് വന്നാലും അതിന്റെ നെക്സ്റ്റ് ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അത് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പാണ്. That is second step, round off to next higher integer. ഓക്കെ, ഇതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഓർഡർ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓർഡർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ 1 2 3 4 അങ്ങനത്തെ ഉള്ള നമ്പേഴ്സ് എടുക്കാൻ പറ്റത്തുള്ളൂ. ഇപ്പൊ 1 സംതിങ് വരുവാണെങ്കിൽ നമ്മൾ ഹയർ ഇൻഡിജറിലേക്കാണ് റൗണ്ട് ഓഫ് ചെയ്യുന്നത്. ഇനി തേർഡ് സ്റ്റെപ്പ്, N കിട്ടിക്കഴിഞ്ഞു. ഓക്കെ, സപ്പോസ് ആദ്യത്തിന്റെ N ഇപ്പം 1.12 ആണ്. അത് നമ്മൾ ഹയർ ഇൻഡിജർ 2ലേക്ക് റൗണ്ട് ഓഫ് ചെയ്ത്, അതിനുശേഷം തേർഡ് സ്റ്റെപ്പ് ഫൈൻഡ് HOFS ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ആ HOFSനെയാണ് വി കോൾ ഇറ്റ് ആസ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. HS മീൻസ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ. അതിനെ നോർമലൈസ്ഡ് പറയാനുള്ള റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിന്റെ കേസിൽ ഈ ωc നമ്മൾ 1 ആയിട്ട് എടുക്കും. ഓക്കെ, രണ്ട് ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആണ് വരുന്നത്. ഒന്ന് ഓർഡർ, സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. അതിൽ 1 ആയിട്ട് എടുക്കുന്നതുകൊണ്ടാണ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. HOFS ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഇനി ഫോർത്ത് സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ,
കാൽക്കുലേറ്റ് ഒമേഗ സി വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, ദിസ് ഈസ് കട്ട് ഓഫ് ഫ്രീക്വൻസി. രണ്ട് ഡിസൈഡിങ് ഫാക്ടേഴ്സ് ആണ്, വൺ എന്നും സെക്കൻഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി. കട്ട് ഓഫ് ഫ്രീക്വൻസി 1 ആയിട്ട് എടുത്ത് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന നമ്മൾ നോർമലൈസ്ഡ് ഫ്രീക്വൻസി എന്ന് പറയുന്നത്. എന്നിട്ട് ഇതിന്റെ കേസിൽ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് ചെയ്യേണ്ടി വരും. അതായത് ഇപ്പം നോർമലി ഒരു ഇമ്പോർട്ടൻറ്റ് പോയിന്റാണ് പറയുന്നത്, നമ്മൾ എല്ലാ അപ്രോക്സിമേഷൻസ് ഇപ്പോൾ ബട്ടർവർത്ത് ആണെങ്കിലും ചെബിഷേവ് ആണെങ്കിലും ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻസ് ആണ് അല്ലേ. നമ്മൾ പറഞ്ഞായിരുന്നു ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻസ് ആണ് ബട്ടർവർത്തും ചെബിഷേവും. അപ്പോൾ നമുക്കാണെങ്കിൽ ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യുമ്പം ഹൈ പാസ്, ബാൻഡ് പാസ്, അങ്ങനെ ഡിഫറെൻറ്റ് ഫിൽറ്റേഴ്സ് ഡിസൈൻ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ചെയ്യുന്ന മെത്തേഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻ വെച്ചിട്ട് ഈ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, ഇപ്പം നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്തിട്ട് ഇപ്പോൾ നമുക്ക് അതിനെയാണെങ്കിൽ ഇപ്പോൾ ഹൈ പാസിലോട്ട് കൺവേർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ബാൻഡ് പാസിലോട്ട് കൺവേർട്ട് ചെയ്യണം. അങ്ങനെ വരുമ്പോഴത്തേക്ക് നമ്മൾ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷനാണ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ലോ പാസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, ലോ പാസ് ടു ഹൈ പാസ് ട്രാൻസ്ഫോർമേഷൻ ഉണ്ട്, അതുപോലെ ലോ പാസ് ടു ബാൻഡ് പാസ് ഉണ്ട്, ലോ പാസ് ടു ബാൻഡ് റിജക്റ്റ് ഉണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻസ് അവൈലബിൾ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫിൽട്ടർ തരുമ്പോഴത്തേക്ക് എൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. ബട്ടർവർത്തിന്റെ കേസിൽ എൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. എന്നിട്ട് അതിനെ ഹയർ ഇൻഡിജറിലേക്ക് നമ്മൾ റൗണ്ട് ഓഫ് ചെയ്യും. നെക്സ്റ്റ് ആ ഓർഡർ വെച്ചിട്ടുള്ള നമ്മൾ സിസ്റ്റം ഫംഗ്ഷൻ എച്ച് ഓഫ് എസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. നോർമലൈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോർമലൈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ S+1 ഡിവൈഡ് ബൈ S² + 2S+2 ഇങ്ങനെ ഒരെണ്ണം കിട്ടി HS. അപ്പോൾ അതിന് നമുക്ക് ഇതിപ്പോൾ സപ്പോസ് ഇതൊരു ലോ പാസ് ഫിൽറ്ററിന്റെ HS ആണെന്ന് വെച്ചോ. അപ്പൊ അതിനെ ഹൈ പാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ലോ പാസ് ഹൈ പാസ് ട്രാൻസ്ഫോർമേഷൻ യൂസ് ചെയ്യാം. ലോ പാസ് ഹൈ പാസ് ട്രാൻസ്ഫോർമേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ എസ്സിന് നമ്മൾ ωc/S വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. അപ്പൊ ആ കിട്ടിയിരിക്കുന്ന ഇപ്പോൾ ഇതൊരു എക്സാമ്പിൾ ആയിട്ട് എടുത്തെന്ന് വെച്ചോ. അപ്പൊ ആ എസ്സിന് നമ്മൾ എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യും? ωc/S വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഈ ωc ആണ് നമ്മളിവിടെ ഈ 4th സ്റ്റെപ്പിൽ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെയാണ് അതിന്റെ ട്രാൻസ്ഫോർമേഷൻസ് വരുന്നത്. അങ്ങനെ ഓരോന്നിനെയും നമുക്ക് ഒരു ഇക്വലന്റ് ലോ പാസ് ഉണ്ടെങ്കിൽ അതിന് ലോ പാസ് ടു ഹൈ പാസ്, ലോ പാസ് ടു ബാൻഡ് പാസ്, ലോ പാസ് ടു ബാൻഡ് റിജക്റ്റ്, അങ്ങനെ ഡിഫറെന്റ് ഫിൽറ്റേഴ്സിലേക്ക് ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ചെയ്യാം. അങ്ങനെയാണ് ഇതിന്റെ മെത്തേഡ് പോകുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് സ്റ്റെപ്പ് ഒന്നും കൂടെ പറയാം. ഇത്രയും സ്റ്റെപ്സേ ഉള്ളൂ. അതിന്റെ ഇക്വേഷൻസ് നമ്മൾ നെക്സ്റ്റ് പറയും. സ്റ്റെപ്സ് ഇത്രയാണ് ഒരു അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈനിൽ. ചിലപ്പോൾ 5 മാർക്കിനൊക്കെ ആണെങ്കിൽ വാട്ട് ആർ ദ ഡിസൈൻ സ്റ്റെപ്പ് ഓഫ് ബട്ടർവർത്ത് ഫിൽറ്റർ എന്ന് പറഞ്ഞ് ചോദിക്കും. അപ്പൊ ഡിസൈൻ സ്റ്റെപ്സ് ഇതാണ്. ഫസ്റ്റ് വി നീഡ് ടു ഫൈൻഡ് ദ ഓർഡർ ഓഫ് ഫിൽറ്റർ n, then we need to round off to next higher integer. n ഹയർ ഇന്റിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ആ n വെച്ചിട്ട് നമ്മൾ HS ഫൈൻഡ് ഔട്ട് ചെയ്യും. HSനകത്ത് എസ്സിന് നമ്മൾ S/ωc അല്ലെങ്കിൽ ωc/S അങ്ങനെ ഈ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ ചെയ്തിട്ടാണ് അതിന് ലോ പാസ് ടു ഹൈ പാസ്, ലോ പാസ് ടു ബാൻഡ് പാസ് ഒക്കെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ട്രാൻസ്ഫോം ചെയ്യണമെങ്കിൽ എന്ത് വേണം? ωc ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഓക്കെ, അതാണ് കട്ട് ഓഫ് ഫ്രീക്വൻസി ലാസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതാണ് ഒരു എക്സാമ്പിൾ. ദിസ് ഈസ് ലോ പാസ് ടു ഹൈ പാസ് ട്രാൻസ്ഫോർമേഷൻ, ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ. അതായത് ഇപ്പൊ S+1 ഡിവൈഡ് ബൈ S+2 ഇൻറ്റു S+4 ആയിരുന്നെങ്കിൽ അതിനെ ഹൈ പാസിലേക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി ഈ S ഉള്ളത് നമ്മൾ ωc/S+1 ഡിവൈഡ് ബൈ ωc/S+2 ഇൻറ്റു ωc/S+4 എന്നെടുക്കും. ഈ ωc ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതാണ് നമ്മളുടെ 4th സ്റ്റെപ്പ്. ഓക്കെ, ഇനി ഇതിനകത്ത് ഡിസൈൻ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. ഒന്ന് n-ന്റെ ഇക്വേഷൻസ് ഉണ്ട്, അതുപോലെ സെക്കൻഡ് HS-ന്റെ ഇക്വേഷൻ ഉണ്ട്, തേർഡ് ωc-യുടെ ഇക്വേഷൻ ഉണ്ട്. ഈ 3 ഇക്വേഷൻ അറിഞ്ഞിരിക്കുകയാണെങ്കിൽ നമുക്ക് ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ഡിസൈൻ കംപ്ലീറ്റ് ആവും. ഓക്കെ, ഇത്രയാണ് ഓർത്തിരിക്കേണ്ട കാര്യം. ഈ ഡിസൈൻ സ്റ്റെപ്സ് പഠിച്ചു വെക്കുക. എന്നിട്ട് അതിനകത്ത് സ്റ്റെപ്സിനകത്ത് യൂസ് ചെയ്യുന്ന ഇക്വേഷൻസ് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇക്വേഷൻസ് അറിഞ്ഞിരിക്കേണ്ട എന്തിൻ്റെയൊക്കെയാണ്? ഒന്ന് n-ന്റെ അറിഞ്ഞിരിക്കണം, ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ n-ന്റെ അറിഞ്ഞിരിക്കണം. സെക്കൻഡ് H(s) ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. തേർഡ് ωc-യുടെ ഇക്വേഷൻ അറിഞ്ഞിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ നമ്മളുടെ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ അപ്രോക്സിമേഷൻ ഒന്നും കൂടെ വരയ്ക്കുകയാണ്. ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ അപ്രോക്സിമേഷൻ ഒന്നും കൂടെ ചെയ്യാണ്. ഇത് നന്നായിട്ട് ഓർത്ത് വെക്കുക. ഓക്കെ, കൺസെപ്റ്റ് ക്ലിയർ ആക്കി വെക്കുക. ഇതിനകത്ത് ഇങ്ങനെയായിരുന്നു നമുക്ക് വരുന്നത്. മാക്സിമലി ഫ്ലാറ്റ് റെസ്പോൺസ് ഫിൽറ്റർ ഈ രീതിയിലാണ് എന്ത് വരുന്നത്? ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ അപ്രോക്സിമേഷൻ, ബട്ടർവർത്ത് ഫിൽറ്റർ അപ്രോക്സിമേഷൻ
ഇതിനകത്ത് ഇവിടെ ഒമേഗ വരും. ദിസ് ഈസ് മോഡ് ജെ ഒമേഗ. ഓക്കെ, അതിനകത്ത് കുറച്ച് പോയിന്റ്സ് ഉണ്ട്, അത് നോട്ട് ചെയ്യണം. കാരണം ഫിൽട്ടർ ഡിസൈൻ ചെയ്യാൻ നേരത്ത് അങ്ങനത്തെ ഉള്ള പാരാമീറ്റേഴ്സ് ആയിരിക്കും തരുന്നത്. ആ പാരാമീറ്റേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, ഇതാണ് ഞാൻ ഈ നോട്ട് ചെയ്യുന്നത്. ഓരോന്നായിട്ട് പറയാം. ഇതിൻ്റെ കേസിൽ ഈ ഒരു ഇതുണ്ട്, അതിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് ആൽഫ പി വെച്ചിട്ടാണ്. ആൽഫ പി ഇൻ ഡി ബി ആണ്. ഓക്കെ, അതുപോലെ ഈ ഒരു ഇത് നമ്മൾ ആൽഫ എസ് ഇൻ ഡി ബി ആണ്. ഓക്കെ, എന്താണെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. ദിസ് ഈസ് ആൽഫ പി ഇൻ ഡി ബി, ദിസ് ഈസ് ആൽഫ എസ് ഇൻ ഡി ബി. ഈ കറസ്പോണ്ട് ചെയ്ത് ഈ ഒരു പോയിന്റ് അതെന്ന് വെച്ചാൽ 1/√1 പ്ലസ് ലാംഡ സ്ക്വയർ ആണ് അതിൻ്റെ വാല്യൂ. അതുപോലെ ഈ പോയിന്റ് 1/√1 പ്ലസ് എപ്സിലോൺ സ്ക്വയർ ആണ്. ദിസ് ഈസ് 0.707 പോയിന്റ് ആണ്. അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് നമ്മളുടെ ഒമേഗ സി എന്ന് പറയുന്നത്. അതുപോലെ ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഫ്രീക്വൻസിയാണ് ഒമേഗ പി, പാസ് ബാൻഡ് ഫ്രീക്വൻസി. സിമിലർലി ഈ കറസ്പോണ്ടിങ് വരുന്നതാണ് ഒമേഗ എസ്, സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. ഇതാണ് ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ്. അതിനകത്ത് വരുന്ന ടേംസ് ഓരോന്നും അറിഞ്ഞിരിക്കണം. അതിൽ ഫസ്റ്റ് ആൽഫ പി. ആൽഫ പി മീൻസ് അതിന് നമ്മൾ പറയുന്നത് പാസ് പി ആണ്. അപ്പം പാസ് ബാൻഡ് അറ്റിനുവേഷൻ ഇൻ ഡി ബി ആണ്, ഡെസിബലാണ് ആൽഫ പി. സഫിക്സ് പി വന്നത് പാസ് ബാൻഡ് ആണ്, അറ്റിനുവേഷൻ ആണ്. അതാണ് ഈ ഡൗൺവേർഡ്സ് വരുന്നത്. ആൽഫ എസ് ഉണ്ട്, അപ്പൊ അതെന്തായിരിക്കും? എസ് ആയതുകൊണ്ട് സ്റ്റോപ്പ് ബാൻഡ് ആയിരിക്കും. സ്റ്റോപ്പ് ബാൻഡ് അറ്റിനുവേഷൻ ഇൻ ഡി ബി ആണ്. ഓക്കെ, ഇനിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ സി ഉണ്ട്. ഒമേഗ സി എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് ഓഫ് ഫ്രീക്വൻസി ആണ്. നമുക്ക് ഓൾറെഡി അറിയാവുന്ന കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ് ആണ്. ഓക്കെ, റേഡിയൻസ് പെർ സെക്കൻഡ് യൂണിറ്റ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ എക്സാമിന് ക്വസ്റ്റ്യൻസ് ഡിസൈൻ ചെയ്യാൻ ചോദിക്കുമ്പം ഇങ്ങനത്തെ ഉള്ള ആൽഫ പി, ആൽഫ എസ്, ഒമേഗ സി ഇങ്ങനത്തെ ഉള്ള സ്പെസിഫിക്കേഷൻസ് ആയിരിക്കും നമുക്ക് തരുന്നത്. ഇനി ഇതിനകത്ത് രണ്ടെണ്ണം ഉണ്ട്. ഒന്ന് എപ്സിലോണും ഉണ്ട്, അതുപോലെ ലാംഡയും ഉണ്ട്. ഇപ്പൊ എപ്സിലോൺ മീൻസ് പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ. ഇതിവിടെ എന്തുമായിട്ട് കറസ്പോണ്ടിങ് ആ പാസ് ബാൻഡിൽ ആൽഫ പിക്ക് കറസ്പോണ്ടിങ് വരുന്നുണ്ട്. ദിസ് എപ്സിലോൺ കറസ്പോണ്ട്സ് ടു പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ പാസ് ബാൻഡ് ആണ്. പാസ് ബാൻഡ്. അതുപോലെ നെക്സ്റ്റ് അപ്പം പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ എന്തിന് കറസ്പോണ്ടിങ് ആവുന്നിരിക്കുന്നത്? ആൽഫ എസിന് കറസ്പോണ്ടിങ് അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? സ്റ്റോപ്പ് ബാൻഡ് ആയിരിക്കും. ഓക്കെ, പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ സ്റ്റോപ്പ് ബാൻഡ് ആയിരിക്കും. ഇത്രയും പാരാമീറ്റേഴ്സ് ഈ ഡയഗ്രത്തിൽ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം. ഓക്കെ, എളുപ്പമാണ്. ലോ പാസ് ഫിൽട്ടർ അപ്രോക്സിമേഷൻ ആണ്. അപ്പം അതിൽ ആൽഫ പി മീൻസ് പാസ് ബാൻഡ് അറ്റനുവേഷൻ ഇൻ ഡി ബി, ആൽഫ പി. ആൽഫ എസ് മീൻസ് സ്റ്റോപ്പ് ബാൻഡ് അറ്റനുവേഷൻ ഇൻ ഡി ബി. നെക്സ്റ്റ് ഒമേഗ സി, കട്ട് ഓഫ് ഫ്രീക്വൻസി. ഇത് ഒമേഗ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ബാൻഡ് ഫ്രീക്വൻസി, ദിസ് ഈസ് സ്റ്റോപ്പ് ബാൻഡ് ഫ്രീക്വൻസി. ആൻഡ് എപ്സിലോൺ കറസ്പോണ്ട്സ് ടു പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ പാസ് ബാൻഡ് ആൻഡ് ലാംഡ കറസ്പോണ്ട്സ് ടു പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ സ്റ്റോപ്പ് ബാൻഡ്. ഓക്കെ, ഇപ്പൊ ഇത്രയും പറഞ്ഞ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ വേണ്ടത് ഈ 3 ഇക്വേഷൻസാണ് വേണ്ടത്. ആ ഇക്വേഷൻസിനകത്ത് ഈ പാരാമീറ്റേഴ്സ് വരും. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഡയഗ്രാം വെച്ചിട്ട് അത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഓക്കെ, ഇനി നമുക്ക് ഓരോന്നിന്റെ ഇക്വേഷൻസിലേക്ക് പോവാം. ഫസ്റ്റ് വരുന്നത് ഓർഡർ ഓഫ് ഫിൽട്ടർ ആണ്. ഓക്കെ, എന്നിന്റെ ഇക്വേഷൻ ആണ് വരുന്നത്. ഇപ്പൊ n ഈക്വൽ ടു
n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എന്നാണ് പറയുന്നത്. കാരണം നമുക്ക് നെക്സ്റ്റ് ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം അല്ലേ, നെക്സ്റ്റ് ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. സോ എന്നിൻ്റെ ഇക്വേഷനിൽ തന്നെ n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 10 ഈ പറഞ്ഞ രണ്ട് പാരാമീറ്റർ ഉണ്ട്. അതിൽ ലാംഡ ബൈ എപ്സലോൺ ഡിവൈഡഡ് ബൈ ലോഗ് ടു ദ ബേസ് 10 1/k. ഇതാണ് ഒരു ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ എന്നിന്റെ ഇക്വേഷൻ. ലോഗ് ടു ദ ബേസ് 10 ലാംഡ ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് ടു ദ ബേസ് 10 1/k. അതിൽ ഈ k എന്ന് വെച്ച് കഴിഞ്ഞാൽ k ഈക്വൽ ടു ഒമേഗ പി ഡിവൈഡ് ബൈ ഒമേഗ എസ്. ഈ ഒമേഗ പി ഉണ്ടല്ലോ, ഒമേഗ എസ് ഉണ്ട്, അത് അതിൻ്റെ റേഷ്യോ ആണ് ഈ k എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ലാംഡയും എപ്സിലോണും ഓൾറെഡി പറഞ്ഞു പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ പാസ് ബാൻഡും പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ സ്റ്റോപ്പ് ബാൻഡും ആണ്. അപ്പോൾ അതിനാണെങ്കിൽ ഈ ലാംഡനെ എപ്സിലോണിനെ ഇൻ ടേംസ് ഓഫ് നമുക്ക് എന്ത് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും, ഈ ആൽഫ പി ആൽഫ എസ് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. അതാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് ലാംഡ ഈക്വൽ ടു, കാരണം അതിനകത്ത് ലാംഡ എപ്സിലോൺ നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. ലാംഡ ഈക്വൽ ടു 10⁻⁴ അത് ലാംഡ കറസ്പോണ്ട്സ് ടു സ്റ്റോപ്പ് ബാൻഡ് ആണ്. ഓക്കെ, അതുകൊണ്ട് 10⁻⁴ ആൽഫ എസ് ആ വരുന്നത്. ആൽഫ എസ് -1 ഹോൾ റേസ് ടു 1/2 എന്ന് വരും, അല്ലെങ്കിൽ റൂട്ട് ഓഫ് വരും. അതുപോലെ എപ്സിലോൺ ഈക്വൽ ടു, അത് ചോർത്ത് വെക്കാം, എന്തായിരിക്കും 10⁻⁴ എപ്സിലോൺ സ്പെസിഫൈങ് അലോവബിൾ പാസ് ബാൻഡ് ആണ്. അപ്പോൾ ആൽഫ പി വരും -1 താഴെയാണ്, ഹോൾ റേസ് ടു 1/2 എന്ന് വരും. ഓക്കെ, ഇത്രയാണ് എന്നിന്റെ ഇക്വേഷൻസ്. ഞാൻ ഒന്നും കൂടെ പറയാം. ഈ n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു എടുക്കുന്നത് കാരണം നെക്സ്റ്റ് ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യാൻ വേണ്ടി. ദാറ്റ് ഈസ് n ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു ലോഗ് ടു ദ ബേസ് 10 ലാംഡ ബൈ എപ്സിലോൺ ഡിവൈഡഡ് ബൈ ലോഗ് ടു ദ ബേസ് 10 1/k ആണ്. വേർ k ഈക്വൽ ടു ഒമേഗ പി ബൈ ഒമേഗ എസ്, അതിൻ്റെ റേഷ്യോ ആയിരിക്കും. ഒമേഗ പി ബൈ ഒമേഗ എസ് റേഷ്യോ ആയിരിക്കും. ഇനി ഇതിനകത്ത് അറിയേണ്ടത് എന്താണ്, ലാംഡയും എപ്സിലോൺ ആണ്. ഇതിൽ ലാംഡ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം പാരാമീറ്റർ സ്പെസിഫൈങ് അലോവബിൾ സ്റ്റോപ്പ് ബാൻഡ് ആണ്. അപ്പോൾ അത് ആൽഫ എസ് ആയിട്ട് റിലേറ്റ് ചെയ്താൽ വരുന്നത്. അതിൻ്റെ ഇക്വേഷൻസ് ഡെറിവേഷൻസ് ഉണ്ട്, നമുക്ക് പഠിക്കേണ്ട ഇക്വേഷൻസ് മാത്രം മതി. ലാംഡ ഈക്വൽ ടു 10⁻⁴ അപ്പോൾ എന്തായിരിക്കും, എന്തുകൊണ്ട് കറസ്പോണ്ടിങ് ആയിട്ടേക്കും ആൽഫ എസ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആൽഫ എസ് -1 ഹോൾ റേസ് ടു 1/2 റൂട്ട് വരുന്നതാണ്. അതുപോലെ ഇനി എന്ത് വേണം, എപ്സിലോൺ വേണം. എപ്സിലോൺ ഈക്വൽ ടു 10⁻⁴ അലോവബിൾ എന്തായിരിക്കും, എപ്സിലോൺ കറസ്പോണ്ട്സ് അലോവബിൾ പാസ് ബാൻഡ് ആണ്. അപ്പോൾ അല്ല, ആൽഫ പി ആയിരിക്കും, പാസ് ബാൻഡ് ആണ്. ആൽഫ പി -1 ഹോൾ റേസ് ടു 1/2. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നിൻ്റെ ഇക്വേഷൻ ആയി. ഇനി നെക്സ്റ്റ് ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹയർ ഇൻഡിജറിലേക്ക് മാറ്റിയിട്ട് ഓക്കെ n ഫൈൻഡ് ഔട്ട് ചെയ്ത് ഹയർ ഇൻഡിജറിലേക്ക് മാറ്റി ഇനി എന്ത് കണ്ടിരിക്കണം, ആ കറസ്പോണ്ടിങ് എന്നിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനൊരു ഇക്വേഷൻ ഉണ്ട്, നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഇക്വേഷൻ ഉണ്ട്. അതാണ് നെക്സ്റ്റ് എഴുതാൻ പോകുന്നത്. ദാറ്റ് ഈസ് h(s)ന്റെ ഇക്വേഷൻ. അപ്പം അത് രണ്ട് കേസ് ഉണ്ട്. ഇപ്പൊ n ഫൈൻഡ് ഔട്ട് ചെയ്ത് സപ്പോസ് n ഈക്വൽ ടു എനിക്ക് 3.12 കിട്ടി. അപ്പം നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പിൽ n ഈക്വൽ ടു 4 ആക്കും. ഓക്കെ, ഇപ്പൊ n ഒന്നെങ്കിൽ എന്താവാം, ഈവൻ വാല്യൂ വരാം, അല്ലെങ്കിൽ n ഓഡ് വാല്യൂ വരാം. രണ്ട് കേസ് ഉണ്ട്. ഇപ്പൊ n 4 ആവാം, അല്ലെങ്കിൽ n 5, 7, 9 അങ്ങനെ ഈവൻ ഓഡ് വാല്യൂ വരാം, ഈവൻ വാല്യൂ വരാം. അപ്പം സെക്കൻഡ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് ഫസ്റ്റ് വൺ, ഇഫ് n ഈസ് ഈവൻ ആവുന്ന കേസിൽ എന്താണെന്നുള്ളത്. അപ്പോൾ ഇതിനകത്ത് ഓർക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ബട്ടർവർത്തിന്റെ നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷന് പ്രോഡക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ടാണ് എഴുതുന്നത്. ഇപ്പോൾ s+1 × s+4 ഇങ്ങനെ പ്രോഡക്റ്റ് ആയിട്ടാണ് എടുക്കുന്നത്. ഓക്കെ, സോ എൻ്റെ ഇക്വേഷൻ, ജനറലൈസ്ഡ് ഇക്വേഷൻ h(s) ഈക്വൽസ് പൈ എടുക്കുന്നത്. ഈ പ്രോഡക്റ്റ് ആയതുകൊണ്ട് പൈ എടുക്കുന്നത്, സം അല്ല പ്രോഡക്റ്റ് ആണ്. അപ്പോൾ പൈ എടുക്കുന്നത്. പൈ k ഈക്വൽസ് 1 to n/2 1/s² പ്ലസ് bks+1. ഇതാണ് അതിൻ്റെ n ഈവൻ വരുന്ന കേസിൽ h(s)ന്റെ ഇക്വേഷൻ
പൈ ആണ് പ്രോഡക്റ്റ് ആയിട്ട് എടുക്കുന്നത്. കെയുടെ വാല്യൂ 1 to n/2. ഈ n എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ n = 4 ആണെങ്കിൽ ആ 4/2 വരും. 4/2 ഡിവൈഡ് 1/s² പ്ലസ് bks പ്ലസ് 1 എന്ന് വരും. അപ്പൊ അതിനകത്ത് നമുക്ക് അറിയാത്തൊരു ടേം എന്ന് വെച്ചാൽ ഈ bk ആണ് അല്ലേ. സോ വേർ bk ഈക്വൽസ് ഒരു ഇക്വേഷൻ ഉണ്ട് 2 sin 2k minus 1 pi by 2n എന്നാണ്. വേർ bk ഈക്വൽസ് 2 sin 2k minus 1 pi by 2n ആണ്. ഫോർ n ഈക്വൽ ടു ഈവൻ ആവുന്ന കേസിൽ. ഇനി സെക്കൻഡ് എന്താവാം, ഇഫ് n ഈക്വൽ ടു ഓഡ് വരുന്ന കേസ് ആവാം. ഓക്കെ, ഓഡ് വരുന്ന കേസ് ആവുമ്പോഴത്തേക്ക് അതിൻ്റെ ഇതിനെ ഓഡാക്കണം. ഓക്കെ, ഇപ്പോൾ ഇതൊരു ഈവൻ നമ്പറാണ്, അതിനെ ഓഡാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ജനറലി ഒരു s+1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സപ്പോസ് ഒരു 1/s² പ്ലസ് 2s+1 ആയിരുന്നു അതിൻ്റെ h(s) എന്ന് വെച്ചോ. അപ്പം അതിനെ ഓഡാക്കാൻ നമ്മൾ എന്ത് ചെയ്യും, ഒരു s+1 കൊണ്ട് മൾട്ടിപ്ലൈ, അങ്ങനെ ഓർത്ത് വെച്ചിരുന്നാൽ മതി. ഓക്കെ, സോ ഫോർ n ഈക്വൽ ടു ഓഡ് അതിൻ്റെ ഇക്വേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ h(s) ഈക്വൽ ടു ഒരു 1/s+1 ഔട്ട്സൈഡ് വരും. ഓക്കെ, പിന്നെ പൈ k ഈക്വൽസ് 1 to ഇവിടെ ഒരു ഫാക്ടർ പോകുന്നുണ്ട്, ഇവിടെ വരുമ്പോഴത്തേക്ക് n-1/2 വരുന്നത്. ഓക്കെ, ബാക്കി സെയിം 1/s² പ്ലസ് bks പ്ലസ് 1 ആണ്. വേർ bk ഈക്വൽ ടു സെയിം ഇക്വേഷൻ തന്നെ 2 sin 2k minus 1 pi by 2n. ഇതാണ് രണ്ട് കേസ് നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി. നോർമലൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഇക്വേഷനകത്ത് ωc² കൂടെ വരും. നോർമലൈസ്ഡ് അല്ല എന്നുണ്ടെങ്കിൽ ഇവിടെ അതും കൂടെ ഞാൻ എഴുതിയേക്കാം. നോർമലൈസ്ഡ് അല്ലാത്ത കേസിൽ എൻ്റെ എക്സ്പ്രഷൻ വരുന്നത് പൈ k ഈക്വൽസ് 1 to n/2 ωc² ഡിവൈഡഡ് ബൈ s² പ്ലസ് bk ωcs പ്ലസ് ωc². n ഈക്വൽ ടു ഈവൻ വരുന്ന കേസിൽ. ഫോർ n ഈക്വൽ ടു ഓഡ് വരുന്ന കേസിൽ എന്ത് വരും, ഒരു 1/s+1 കോമൺ ആയിട്ട് വരും. ഇപ്പം ഇതിൻ്റെ കേസിൽ ωc/s+ωc ആണ് വരുന്നത്, പ്രോഡക്റ്റ് വരുന്നത്, ഇൻറ്റു പൈ k ഈക്വൽസ് 1 to മുമ്പേ പറഞ്ഞ പോലെ n-1/2 ബാക്കി സെയിം ωc² ഡിവൈഡ് ബൈ s² പ്ലസ് bk ωcs പ്ലസ് ωc². വേർ bk ഈക്വൽ ടു എന്തായിരുന്നു, വേർ bk ഈക്വൽ ടു സെയിം ഇക്വേഷൻ 2 sin 2k minus 1 pi by 2n. ഓക്കെ, ഇതാണ് അതിൻ്റെ എന്നിൻ്റെ കേസിൽ വരുന്ന ഇക്വേഷൻസ്. ഇത് HS-ൻ്റെ ഇക്വേഷൻസ്. n ഈക്വൽ ടു ഈവനും ആവാം, n ഈക്വൽ ടു ഓഡ് കേസും ആവാം. n ഈക്വൽ ടു ഈവൻ വരുന്ന കേസിൽ അതിൻ്റെ എക്സ്പ്രഷൻ നോർമലൈസ്ഡ് ഇക്വേഷൻ ആണെങ്കിൽ എന്ത് വരും, ഇത് ഓർക്കണം, പ്രോഡക്റ്റ് ആയിട്ടാണ് നമ്മൾ എഴുതുന്നത്. സോ പൈ ആയിരിക്കും k ഈക്വൽ ടു 1 to n/2. n ഇപ്പോൾ 4 ആണെങ്കിൽ 4/2 വരും, ഇൻറ്റു 1/s² പ്ലസ് bks പ്ലസ് 1 വരും. വേർ bk ഈക്വൽ ടു 2 sin 2k minus 1 pi by 2n. ഇവിടെ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഇപ്പം n ഈക്വൽ ടു 1 വരുന്ന കേസ്, അതുപോലെ n ഈക്വൽ ടു 2, 3, 4 അങ്ങനത്തെ ഉള്ള ഓർഡർ വരുന്ന കേസിൽ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യും. അപ്പോൾ അത് കൃത്യമായിട്ടും മനസ്സിലാവും. അപ്പോൾ അതിന് ഓരോന്നിനും ഇതിന് ബട്ടർവർത്ത് പോളിനോമിയൽസ് എന്ന് പറയും. ഇപ്പോൾ n ഈക്വൽ ടു 2 കറസ്പോണ്ടിങ്, അതുപോലെ n ഈക്വൽ ടു 3 കറസ്പോണ്ടിങ്, n ഈക്വൽ ടു 4 കറസ്പോണ്ടിങ്, ഓരോന്നിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്മൾ ഈ നോർമലൈസ്ഡ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യും. അത് വെച്ചിട്ട് നമുക്ക് ഡിനോമിനേറ്ററിന് ബട്ടർവർത്ത് പോളിനോമിയൽസ് എന്ന് പറയും, ജനറലായിട്ട് പോളിനോമിയൽസ് ആയിട്ട് പറയും, ബട്ടർവർത്ത് പോളിനോമിയൽസ് എന്ന് പറയും. ഓക്കെ, ഈ ഡിനോമിനേറ്റർ ടേം ഇവിടെ ഡിനോമിനേറ്ററിലേ മാറത്തുള്ളൂ, അല്ല ഡിനോമിനേറ്ററിലേ വരത്തുള്ളൂ, ന്യൂമറേറ്റർ വരുന്നില്ലല്ലോ, ഡിനോമിനേറ്ററേ വരുന്നുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ നോർമലി ബട്ടർവർത്ത് പോളിനോമിയൽസ് എന്നാണ് പറയുന്നത്. അത് നമ്മൾ നെക്സ്റ്റ് പ്രോബ്ലം ചെയ്യുമ്പം ഡീറ്റെയിൽ ആയിട്ടത് ചെയ്യും. അപ്പോൾ അതിലും പോളിനോമിയൽ n1 വരുമ്പോഴത്തേക്ക് s+1 വരും, അതുപോലെ n2 വരുമ്പോഴത്തേക്ക് പോളിനോമിയൽ s² പ്ലസ് √2s+1, n ഈക്വൽ ടു 3 വരുമ്പോഴത്തേക്ക് ഇതിനൊരു പ്രോഡക്റ്റ് ആയിട്ട് s+1 ഇൻറ്റു s² പ്ലസ് √2s+1 ഇങ്ങനെ പോകും. അത് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യും.
ഓക്കെ, അപ്പൊ ഇവിടെ ഡിസൈനിനകത്ത് n ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു, ദെൻ h ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ പഠിച്ചു. ഇനി എന്തും കൂടെ ഉള്ളൂ, കട്ട് ഓഫ് ഫ്രീക്വൻസി ഒമേഗ സി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന ഇക്വേഷൻസ് കൂടെ ഉള്ളൂ പഠിക്കാനുള്ളത്. ഓക്കെ, അതെന്താന്ന് പറയാം. ഒമേഗ സി തേർഡ് കട്ട് ഓഫ് ഫ്രീക്വൻസി, ദാറ്റ് ഈസ് ഒമേഗ സി. അത് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ഇക്വേഷൻ ഒമേഗ സി ഈക്വൽ ടു ഒമേഗ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ റേസ്ഡ് 1/n എന്നാണ് ഇതിനകത്ത് ഇക്വേഷൻ വരുന്നത്. ദാറ്റ് ഈസ് ഒമേഗ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ ഇൻ ടേംസ് ഓഫ് ആൽഫ പി നമുക്കറിയാം ഇല്ലേ. എപ്സിലോൺ ഇൻ ടേംസ് ഓഫ് ആൽഫ പി എന്ന് പറയുന്നത് ഇതാണ്, ഈ ഇക്വേഷൻ ആണ്. ഓക്കെ, അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ദാറ്റ് ഈസ് 10⁻1 ആൽഫ പി മൈനസ് 1 ഹോൾ റേസ്ഡ് 1/2 എന്ന് വരും. ഓക്കെ, അപ്പൊ അതിന് ഇൻ ടേംസ് ഓഫ് എപ്സിലോൺ ഇൻ ടേംസ് ഓഫ് ആൽഫ പി എഴുതുക. കാരണം നമുക്ക് ക്വസ്റ്റ്യൻ ആ സ്പെസിഫിക്കേഷൻ തരുമ്പോൾ നോർമലി ആൽഫ പി, ആൽഫ എസ് അങ്ങനത്തുള്ളതായിരിക്കും തരുന്നത്. എപ്സിലോണും ലാംഡയും ഡയറക്റ്റ് തരത്തില്ല. ഓക്കെ, അപ്പം നമുക്ക് എന്തറിഞ്ഞിരിക്കണം, ആൽഫ പി, ആൽഫ എസ് എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കണം. ഇൻ ടേംസ് ഓഫ് എപ്സിലോണും ലാംഡ അറിഞ്ഞിരിക്കണം. അപ്പം എപ്സിലോൺ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ എഴുതിയായിരുന്നു, എപ്സിലോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 10⁻1 ആൽഫ പി മൈനസ് 1 ഹോൾ റേസ്ഡ് 1/2 ആണ്. അതായത് ദിസ് എപ്സിലോൺ കറസ്പോണ്ട്സ് ടു പാരാമീറ്റർ സ്പെസിഫൈങ് അലവബിൾ പാസ് ബാൻഡ് ആണ്. ഓക്കെ, ആൽഫ പി ആണ്, പാസ് ബാൻഡ് ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എന്ത് കിട്ടും പറഞ്ഞു, എപ്സിലോണിന് വരെ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പം 10⁻1 ആൽഫ പി മൈനസ് 1 ഹോൾ റേസ്ഡ് 1/2 ഇവിടെ ഒരു n ഉണ്ട്. ഓക്കെ, അപ്പൊ 1/2n വരും. ദിസ് ഈസ് ദ വാല്യൂ ഓഫ് കട്ട് ഓഫ് ഫ്രീക്വൻസി. വാല്യൂ നമുക്ക് തരും. അതായത് പാസ് ബാൻഡ് ഫ്രീക്വൻസി ആണ് ഒമേഗ പി എന്ന് വെച്ച് കഴിഞ്ഞാൽ പാസ് ബാൻഡ് ഫ്രീക്വൻസി ആണ്. അപ്പോൾ ഒമേഗ പി ഡിവൈഡഡ് ബൈ 10⁻1 ആൽഫ പി മൈനസ് 1 ഹോൾ റേസ്ഡ് 1/2n. ഈ n നമുക്ക് ഓൾറെഡി ഫൈൻഡ് ഔട്ട് ചെയ്തിട്ടുണ്ട്. കാരണം സിസ്റ്റം ഫംഗ്ഷൻ HS ഫൈൻഡ് ഔട്ട് ചെയ്യണമെങ്കിൽ n വേണം. ആൽഫ പി തന്നിരിക്കും. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് ഒമേഗ സി വാല്യൂ കിട്ടും. ഇതാണ് അതിന്റെ ഡിസൈൻ സ്റ്റെപ്സും അതിന്റെ ഇക്വേഷൻസും. ഞാൻ ജസ്റ്റ് ഒന്നുകൂടെ സമ്മറൈസ് ചെയ്യാം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതാണ് അതിന്റെ ബേസ്. അനലോഗ് ഫിൽറ്റർ ഡിസൈൻ ചെയ്തിട്ടാണ് നമുക്ക് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പം ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ആണ് പറയുന്നത്. ഇതുപോലെ ചെബിഷേവ് ഫിൽറ്ററിന്റെ ഡിസൈൻ സ്റ്റെപ്സ് ഉണ്ട്. ഓക്കെ, ഇപ്പം ബട്ടർവർത്ത് ഫിൽറ്ററിനകത്ത് ഫസ്റ്റ് ഓർഡർ ഓഫ് ഫിൽറ്റർ ഫൈൻഡ് ഔട്ട് ചെയ്യണം, ദെൻ അതിന്റെ ഹയർ ഇൻഡിജറിലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. ആ ഓർഡർ വെച്ചിട്ട് നമ്മൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യണം. എന്നിട്ട് അതിനെ നമ്മൾ ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടി അതിന്റെ ഒമേഗ സി കട്ട് ഓഫ് ഫ്രീക്വൻസി ഫൈൻഡ് ഔട്ട് ചെയ്യണം. ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ അത് യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു അനലോഗ് ലോ പാസ് ഫിൽറ്ററിലേക്ക് നമ്മൾ നോർമൽ ഡിസൈൻ ചെയ്യുന്നത്. പിന്നെ ഈ ഫ്രീക്വൻസി ട്രാൻസ്ഫോർമേഷൻ വെച്ചിട്ടായിരിക്കും അതിന്റെ ഹൈ പാസ്, ബാൻഡ് റിജക്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്. അതിൽ ഒരു എക്സാമ്പിൾ, ഇപ്പം ഒമേഗ സി ബൈ എസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അത് ലോ പാസ് ടു ഹൈ പാസ് ട്രാൻസ്ഫോർമേഷൻ ആണ്. ഇതാണ് അതിന്റെ സ്റ്റെപ്സ്. ഇനി ഇതിനകത്ത് n ഇക്വേഷൻ അറിഞ്ഞിരിക്കണം, അതുപോലെ HS-ന്റെ ഇക്വേഷൻ, ദെൻ ഒമേഗ സിന്റെ ഇക്വേഷൻ. അപ്പൊ അത് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മൾ ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ ആ ഫിൽറ്റർ സ്പെസിഫിക്കേഷനകത്ത് വരുന്ന ടേംസ് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ദാറ്റ് ഈസ് ആൽഫ പി കറസ്പോണ്ട്സ് ടു പാസ് ബാൻഡ് അറ്റനുവേഷൻ ഇൻ dB, ആൽഫ എസ് കറസ്പോണ്ട്സ് ടു സ്റ്റോപ്പ് ബാൻഡ് അറ്റനുവേഷൻ ഇൻ dB, ഒമേഗ സി കറസ്പോണ്ട്സ് ടു കട്ട് ഓഫ് ഫ്രീക്വൻസി ഇൻ റേഡിയൻസ് പെർ സെക്കൻഡ്, then epsilon corresponds to parameter specific allowable pass band, and lambda corresponds to parameter specific allowable stop band. Okay, ഇത്രയും പാരാമീറ്റേഴ്സ് വരും. ഇതൊക്കെയായിരിക്കും നമുക്ക് ക്വസ്റ്റിനകത്ത് തന്നിരിക്കുന്ന സ്പെസിഫിക്കേഷൻസ്. അത് വെച്ചിട്ട് നമുക്ക് n-ഉം HS-ഉം ഒമേഗ സിയും ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈൻ ചെയ്യാൻ പറ്റും, HS ഡിസൈൻ ചെയ്യാൻ പറ്റും. അതിൽ n-ന്റെ ഇക്വേഷൻ എന്ന് വെച്ചാൽ n greater than or equal to log to the base 10 lambda by epsilon divided by log to the base 10 1/k ആണ്. where k equal to omega p by omega s ratio ആണ്. then here lambda equal to അത് corresponds to alpha s ആ വരുന്നത്. so 10⁻1 alpha s minus 1 whole raised to 1/2, epsilon equal to 10⁻1 alpha p minus 1 whole raised to 1/2. ഓക്കെ, അങ്ങനെ നമുക്ക് n-ന്റെ ഇക്വേഷൻ കിട്ടി. ഇപ്പൊ n ഈക്വൽ ടു ഒരു 4.1 ഒക്കെ വരുവാണെങ്കിൽ നമ്മൾ 5ലേക്ക് റൗണ്ട് ഓഫ് ചെയ്യണം. അപ്പൊ ആ വാല്യൂ വെച്ചിട്ടാണ് നമുക്ക് എന്ത് കണ്ടുപിടിക്കേണ്ടത്, HS കണ്ടുപിടിക്കേണ്ടത്. HS ഓഡ് വരുന്ന കേസ്, ഈവൻ വരുന്ന കേസും ഉണ്ട്. ഇപ്പൊ നോർമലൈസ് ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്, നോർമലൈസ് ട്രാൻസ്ഫർ ഫംഗ്ഷനകത്ത് നമ്മൾ ഒമേഗ സി ഈക്വൽ 1 എടുക്കുന്നത്. അതിന്റെ ഇക്വേഷൻസ് എഴുതിയിരിക്കുന്നത് ഫോർ n ഈക്വൽ ടു ഈവൻ വരുന്ന കേസിൽ ഇത് എപ്പോഴും നമ്മൾ റിയലൈസ് ചെയ്യുന്നത് പ്രോഡക്റ്റ് ആയിട്ടാണ്. സോ പൈ k ഈക്വൽ ടു 1 to n/2 1/s² plus bks plus 1. ആ bk യുടെ എക്സ്പ്രഷൻ ഫൈൻഡ്
ഔട്ട് ചെയ്യുന്നത് 2 sin 2k minus 1 pi by 2n ആണ്. n ഓഡ് വരുന്ന കേസിൽ 1 by s plus 1 pi k equal 1 to ഇവിടെ n minus 1 by 2 സെയിം തന്നെ വരുന്നത്. ബി കെയുടെ വാല്യൂ സെയിം തന്നെ വരുന്നത്. നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ n ഈക്വൽ ടു ഡിഫറെൻറ്റ് വാല്യൂസ്, ഇപ്പോൾ n ഈക്വൽ ടു 1 2 3 4 അതിന് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എച്ച് ഓഫ് എസ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് വെച്ചിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്. അത് നോർമലൈസ്ഡ് അല്ലാത്ത കേസിൽ ഒമേഗ സി വരും. ഓക്കെ, ഒമേഗ സി വരുന്ന ഇക്വേഷൻസ് വരും. ഇത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. ഈ ഇക്വേഷൻസ് രണ്ടെണ്ണം പഠിച്ചു വെക്കുക ഫോർ n ഈക്വൽ ടു ഈവൻ ആൻഡ് n ഈക്വൽ ടു ഓഡ് കേസ്. ഇനി ലാസ്റ്റ് നമുക്ക് വേണ്ട എന്താണ്? ഇനി ഒമേഗ സി ആണ് വേണ്ടത്. ഒമേഗ സി ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന എക്സ്പ്രഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒമേഗ പി ഡിവൈഡഡ് ബൈ എപ്സിലോൺ റേസ്റ്റ് 1/n ആണ്. ഇപ്പോൾ എപ്സിലോൺ ഡയറക്റ്റ് നമുക്ക് എക്സാമിന് സ്പെസിഫിക്കേഷൻ ആയിട്ട് തരത്തില്ല, പകരം എന്തായിരിക്കും തരുന്നത്? ആൽഫ പി ആയിരിക്കും തരുന്നത്. അപ്പം എപ്സിലോൺ ആൽഫ പി തമ്മിലുള്ള എക്സ്പ്രഷൻ അറിഞ്ഞിരിക്കുന്നത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത സെയിം എക്സ്പ്രഷൻ ആണ്. ദാറ്റ് ഈസ് 10⁻⁴ ആൽഫ പി മൈനസ് 1 ഹോൾ റേസ്റ്റ് 1/2. അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് 10⁻⁴ ആൽഫ പി മൈനസ് 1 ഹോൾ റേസ്റ്റ് 1/2 എന്ന് കിട്ടും. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയർ. ഈ ഇക്വേഷൻസ് വെച്ചിട്ട് നമുക്ക് എച്ച് ഓഫ് എസ് ഡിസൈൻ ചെയ്യാൻ പറ്റും. എച്ച് ഓഫ് എസ് ആണ് അനലോഗ് പ്രോട്ടോടൈപ്പ്. അനലോഗ് പ്രോട്ടോടൈപ്പ് ഏത് കേസാണ്? ബട്ടർവർത്തിന്റെ കേസിൽ. ബട്ടർവർത്ത് ഫിൽറ്ററിന്റെ കേസിൽ അനലോഗ് പ്രോട്ടോടൈപ്പ് ആണ് നമ്മൾ ഇന്നിപ്പം ഡിസൈൻ ചെയ്ത സ്റ്റെപ്സ് നമ്മൾ പഠിച്ചത്. നെക്സ്റ്റ് വീഡിയോയിൽ ഇതിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്യും. അതിന് മുമ്പായിട്ട് എച്ച് ഓഫ് എസ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്ന കുറച്ച് പ്രോബ്ലം ചെയ്തിട്ടായിരിക്കും എന്തിലേക്ക് പോകുന്നത്? കംപ്ലീറ്റ് ആയിട്ടുള്ള എൻ കണ്ടുപിടിച്ച് ഒമേഗ സി കണ്ടുപിടിച്ച് ചെയ്യുന്നതിലേക്ക് പോകുന്നത്. ഇതുപോലെ നെക്സ്റ്റ് വരുന്ന വീഡിയോസിൽ നമ്മൾ എന്ത് പഠിക്കും? ചെബിഷേവ് ഫിൽറ്ററിന്റെ ഇതുപോലെ അനലോഗ് ഫിൽറ്റർ ഡിസൈൻ സ്പെസിഫിക്കേഷൻസ് ഉണ്ട്, ഡിസൈൻ പ്രൊസീജിയർ ഉണ്ട്. അപ്പോൾ അതിനകത്ത് കറസ്പോണ്ടിങ് ഇക്വേഷൻസിന് ചേഞ്ചസ് ഉണ്ടെന്ന്. ഓക്കെ, അപ്പോൾ അത് അനലോഗ് ചെബിഷേവ് ഫിൽറ്റർ ഇതുപോലെ ഡിസൈൻ ചെയ്യും. അപ്പോൾ ഈ രണ്ട് അനലോഗ് ഫിൽറ്റേഴ്സ് ബട്ടർവർത്തും ചെബിഷേവും പഠിച്ചു കഴിയുമ്പോഴത്തേക്ക് പിന്നെ നമുക്ക് ട്രാൻസ്ഫോർമേഷൻസ് യൂസ് ചെയ്ത് ഡിജിറ്റൽ ഫിൽറ്റർ, അതായത് IIR ഡിജിറ്റൽ ഫിൽറ്റേഴ്സ് ട്രാൻസ്ഫോർമേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ട്, ഇപ്പോൾ ബൈലീനിയർ ട്രാൻസ്ഫോർമേഷനോ അല്ലെങ്കിൽ ഇമ്പൾസ് ഇൻവേരിയന്റ് ട്രാൻസ്ഫോർമേഷനോ യൂസ് ചെയ്തിട്ട് നമുക്ക് ഡയറക്റ്റ് ഡിജിറ്റൽ ഫിൽറ്റർ ഡിസൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ ഡിസൈൻ അല്ലെങ്കിൽ അനലോഗ് ചെബിഷേവ് ഫിൽറ്റർ ഡിസൈൻ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്ററും ചെബിഷേവ് ഫിൽറ്ററും എസ്സായിട്ട് ഡിസൈൻ സ്റ്റെപ്സ് ചോദിക്കാറുണ്ട്. അപ്പോൾ സ്റ്റെപ്സ് ചോദിക്കുമ്പോൾ ഈ കാര്യങ്ങളും അതുപോലെ ഇതിൻ്റെ ഡിസൈൻ ഇക്വേഷൻസും ഈ ഒരു ഫിഗറും മാർക്ക് ചെയ്യണം. അതുപോലെ അതിൻ്റെ പ്രോബ്ലംസും ചോദിക്കാറുണ്ട്. അനലോഗ് ബട്ടർവർത്ത് ഫിൽറ്റർ അതുപോലെ ചെബിഷേവ് ഫിൽറ്റർ നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ അപ്പം തന്നെ നിങ്ങൾക്ക് യൂട്യൂബിൽ ലഭിക്കും. So, thank you for watching.